ഇന്ന് എന്നോട് ചില സമയത്തൊക്കെ പറഞ്ഞു, ഇന്ന് ബുഖാരി ഓതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഹദീസ് ഇങ്ങനെ അതിനെപ്പറ്റി ചില സംശയങ്ങൾ വന്നപ്പോൾ ഞാൻ അതിനെപ്പറ്റി മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങളോട് ഞാൻ അതിനെപ്പറ്റി ചർച്ച ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഞാൻ ഒരവസരത്തിൽ തന്തിദാറുസ്സലാം അറബി കോളേജിൽ നിന്ന് ശിവരാൻ റൂമിലേക്ക് കയറി വന്നപ്പോൾ മൂപ്പരിങ്ങനെ തല കീപ്പിട്ട് കത്തിയിരിക്കലുണ്ട്. അപ്പോൾ കുറേ സമയത്തിലൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ വന്നത് മൂപ്പർ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഞാൻ അവിടുന്ന് ചെറിയ നിലക്കൊന്ന് ശബ്ദിച്ചു. അപ്പോൾ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് അപ്പനോട് പറഞ്ഞു, ഞാൻ ഒരു ആലോചനയിൽ ഇന്ന് ഓതി കൊടുക്കാനുള്ള സ്ഥലത്ത് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ ആ സംശയം മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നു. അപ്പം അന്ന് എനിക്ക് എത്ര മാത്രമായിട്ട് ഗൗരവം മനസ്സിലായി. നിങ്ങൾ അനുഭവം പറയാണ്. ഇ കെ ഉസ്താദിന്റെ അടുത്ത് ചെന്നപ്പോ അവരെന്തോ ഒരു വലിയ വിഷയത്തിലാണ്. ഞാൻ ചെന്നത് അറിഞ്ഞില്ല. അങ്ങനെ പിന്നീട് എന്നോട് പറഞ്ഞു, ഇന്ന് ഓതിക്കൊടുക്കാനുള്ള ഹദീസുമായി ബന്ധപ്പെട്ട് ഞാൻ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനോട് നേരിട്ട് ചർച്ച ചെയ്യുകയായിരുന്നു. അതാണ് ശംസുൽ ഉലമ. ഖബറാകത്തിന്ന് സലാമീനെ കേട്ടോവർ ഖബറാകത്തുള്ളവരോട് മോളിന്തോവാർ. മഹാനായ ഇടിയങ്ങര ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിൽ ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹു എത്തിയാൽ അവരോട് തന്നെ നേരിട്ട് സംസാരിക്കലാണ് പതിവ് എന്ന് കണ്ട ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഏർവാടിയിൽ പോയ സംഭവം സമസ്ത ഇറക്കിയ സോവനീറിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏർവാടിയിലേക്ക് ചെന്നപ്പോൾ മഖാമിന്റെ ഉള്ളിൽ നിന്ന് സലാം പറയുന്നു. ഇ കെ ഉസ്താദ് വഅലൈക്കുമുസ്സലാം എന്ന് പറയുന്നു. കൂടെ ഉള്ളവർ സലാം അടക്കണില്ല. ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ എന്താ സലാം അടക്കാത്തത്? ഞങ്ങളൊന്നും കേട്ടിട്ടില്ലല്ലോ. അപ്പൊ മഹാനരായ ശംസുൽ ഉലമ ആരാണിവിടെ? മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ ജീവിച്ചു. ആ ജീവിതം അവർ സ്വീകരിച്ചപ്പോൾ വിലായത്തിന്റെ ഉന്നത മഹത്വങ്ങളിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുകയായിരുന്നു മശായിഖന്മാർ.